ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അട്ടപ്പാടിയിൽ മധു കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ആ വിധിയുടെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. 2018 ഫെബ്രുവരി 22 ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു ആൾക്കൂട്ടം അങ്ങനെ തന്നെ അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന 30 വയസ്സ് കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ, അതും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു ചെറുപ്പക്കാരനെ ആളുകളൊക്കെ കൂടി അടിച്ചു കൊന്നുകളഞ്ഞത്. അതിനുശേഷം അതെടുത്ത് ഫേസ്ബുക്കിലിടുകയും അത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. കൈ കെട്ടിക്കൊണ്ടുപോവുകയും ദീർഘദൂരം നടത്തുകയും അതിനുശേഷം ആളുകളൊക്കെ കൂടി പൊതിരെ തല്ലുകയും ചെയ്തതിൻ്റെ അവസാന ഘട്ടത്തിലാണ് പാവം പിടിച്ച മധു കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതിയിൽ നിന്ന് നേരത്തെ വിധികളുണ്ടായിരുന്നു. ആ വിധികളിൽ 7 വർഷവും അതുപോലെ 3 മാസവുമൊക്കെയാണ് ചിലർക്ക് തടവ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ വളരെ അസന്നിഗ്ധമായിട്ടുള്ള വിധി എത്തിയിരിക്കുകയാണ്. ഇനി ഈ പ്രതികൾ മിക്കവാറും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുമായിരിക്കും. പക്ഷേ അപ്പീൽ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചിലപ്പോൾ ഇനി ഇതുപോലെ തന്നെ സംഭവിക്കുമോ, അതായത് ശിക്ഷ കൂടുമോ എന്ന് പറയുന്നൊരു ഭയം കൂടി അവർക്കുണ്ടാവും. ഇതിൽ 1-ാം പ്രതിയെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ബാക്കി വരുന്ന 12ഓളം പ്രതികൾക്ക് 3 ജീവപര്യന്തം വീതമുള്ള തടവാണ് വിധിച്ചേക്കുന്നത്. 3 ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ പോലും അവർ 3 ജീവപര്യന്തം ഒരേ സമയത്ത് തന്നെ അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 1 ജീവപര്യന്തത്തിൻ്റെ സമയത്ത് അനുഭവിച്ചാൽ മതി. കൂടാതെ 3 ലക്ഷം രൂപ വീതം ഓരോരുത്തർക്ക് പിഴയും കൂടി വിധിച്ചിട്ടുണ്ട്. ആ 3 ലക്ഷം രൂപ അടച്ചില്ലെന്നുണ്ടെങ്കിൽ വേറെ തടവും കൂടി ഉണ്ടാവും. ജീവപര്യന്തമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നവർ ഇനിയിപ്പോൾ പിഴ അടക്കാനൊന്നും സാധ്യതകളില്ല. അങ്ങനെ പിഴ അടച്ചിട്ടുണ്ടെങ്കിൽ ആ പിഴയിൽ നിന്നും 30 ലക്ഷം രൂപ മധുവിൻ്റെ അമ്മക്ക് നൽകണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കോടതിയുടെ വിധി ഉണ്ടായിട്ടുള്ളത്. വിധി കേട്ടപ്പോൾ വലിയ ഒരു സംതൃപ്തി തോന്നി എന്നാണ് പറയുക. അതാരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നതുകൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ കേസിൽ 24ഓളം വരുന്ന സാക്ഷികൾ കൂറുമാറുകയും പലതവണ കൃത്യമായിട്ടൊരു അഡ്വക്കേറ്റിനെ വെച്ചിട്ടില്ല എന്ന് പറയുന്ന പരാമർശങ്ങൾ ഉണ്ടാവുകയും വിവാദമുണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ എങ്കിൽ പോലും ഈ കേസ് കുറേ കൂടി ഗംഭീരമായിട്ട് നടത്തിയത് സുജിത് മേനോൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ്. അതുപോലെ ദീപേഷ് എന്ന പേരുള്ള ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും കൂടി ഹൈക്കോടതിയിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ ശ്രമഫലമായിട്ട് വലിയ ശിക്ഷ ഈ പ്രതികൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ കൊല്ലപ്പെട്ടാൽ വലിയ ശിക്ഷകൾ കിട്ടാറില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പ്രത്യേകിച്ചും ആദിവാസി ഗോത്ര സമൂഹങ്ങളിലെ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ ശിക്ഷകൾ കിട്ടാറില്ല. ഈ മധു എന്ന് പറയുന്ന ആൾ തന്നെ കാട്ടിലാണ് ജീവിച്ചിരുന്നത്. വല്ലപ്പോഴും മാത്രമാണ് നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആ നാട്ടിലേക്ക് വന്നപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെയാണ് ഈ പറഞ്ഞ പോലെ ഭക്ഷണം മോഷ്ടിച്ചത്. ആ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തല്ലിക്കൊല്ലപ്പെട്ടത്. ആ തല്ലിക്കൊല്ലപ്പെട്ടത് നമ്മുടെ ഈ പറയുന്ന കേരളത്തിൻ്റെ നവകേരളത്തിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത്. ഇപ്പോഴും ആദിവാസി ഗോത്ര സമൂഹങ്ങളിലേക്ക് തന്നെ ഏതാണ്ട് 2 ലക്ഷത്തിൽ ചുല്ലാനും ആളുകൾ, മാക്സിമം എന്ന 4 ലക്ഷത്തോളം ആളുകൾ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ. പക്ഷേ 3.5 കോടിയോളം വരുന്ന ഈ ജനസമൂഹം എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ജീവിച്ചു പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അട്ടപ്പാടിയിലൊക്കെ തന്നെ ജനിതക തകരാറുകൾ കൊണ്ടിട്ടാകാം നിരവധി ആളുകൾ, ഈ അട്ടപ്പാടിയിലെ മധുവൊക്കെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായിരുന്നു. ഇത്തരത്തിലുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി പേരുണ്ട് എന്നുള്ളത് മാത്രമല്ല, ജനിക്കുമ്പോൾ തന്നെ പ്രസവത്തോടുകൂടി അമ്മയും കുഞ്ഞുമൊക്കെ മരിക്കുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെ നിന്നാണ്. കൂടാതെ ഇപ്പോഴും കേരളത്തിൽ പോഷകാഹാരക്കുറവ് മൂലം ആളുകൾ മരിച്ചു പോകുന്നതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും മറ്റു പല സ്ഥലങ്ങളിലും, രാജസ്ഥാനിൽ ഇപ്പം മീണ എന്ന് പറയുന്ന വിഭാഗം, അതുപോലെ തന്നെ നിരവധി വിഭാഗങ്ങളെക്കുറിച്ച്, ഒഡീഷയിലുള്ള ഗോത്രവർഗ ആദിവാസി സമൂഹങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ വിശദമായി വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള പോലെ ഈ സമൂഹങ്ങളെ മാത്രം ഡെവലപ്പ് ചെയ്യാനും ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന ആളുകളെ കണ്ടെത്തി കുറേ കൂടി അവരെ നവീകരിക്കാനും അവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാത്തത് എന്ത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. ഈ മധുക്ക കൊല്ലപ്പെട്ട സമയത്ത് പോലും അതൊന്നും വലിയ വാർത്തയായില്ല. മാനസിക രോഗമുള്ള ഏതോ ഒരു കളവ് നടത്തിയിട്ടുള്ള ഒരാളെ ജനം അടിച്ചു കൊന്നു എന്നൊക്കെയുള്ള നിലക്കുള്ള വാർത്തകളൊക്കെയാണ് ആ സമയത്ത് മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് പല മാധ്യമങ്ങളും കൃത്യമായിട്ട് വാർത്തകൾ കൊടുക്കുകയും ഇത് വലിയ പ്രശ്നമായി മാറുകയും ഒക്കെ ചെയ്തത്. ഈ അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടുവെന്ന് നമുക്കറിയാം. പക്ഷേ ഇതേപോലെയൊക്കെ തന്നെ മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യുന്ന നിരവധി ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനിടയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും കേൾക്കേണ്ടതാണ്. അതിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ അറിയേണ്ടത്, ഇതിൽ ഈ കൊലപാതക കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ആളുകളോടാണ്
ഈവൻ അവിടെയുള്ള ജനതയ്ക്ക് വലിയ അനുഭവമുള്ളത്. കൂടാതെ മറ്റ് സാംസ്കാരിക നായകരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരോ മറ്റ് പൊതുപ്രവർത്തകരോ ഒന്നും തന്നെ ഇത്തരം ആളുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകമായ ശ്രദ്ധയും ചെലുത്താറില്ല. കാരണം അവരൊക്കെ തന്നെ ഒരു വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് അല്ല. ആ വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പ്രതികളോടാണ് അവിടെയുള്ള നാട്ടുകാർക്കടക്കം അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മനുഷ്യത്വവും ദയവും കരുണയും ഒക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഓരോരുത്തരും അവരവരുടെ സൗകര്യം നോക്കിയാണ് പലപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുക. ഇവിടെ വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ, അംബേദ്കറേറ്റ് ബുദ്ധിജീവികളൊക്കെ ഉണ്ട്. പക്ഷെ അവർ പോലും ഈ അട്ടപ്പാടിയിലെ മധുവിന് വേണ്ടി വലിയ പ്രക്ഷോഭം നടത്തുകയോ അതിനുവേണ്ടി ഒരു ജാഥ നടത്തുകയോ ഒന്നും ചെയ്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അതൊക്കെ തന്നെ മറ്റു ചില പേരുകാരാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും മീഡിയകളിൽ കിട്ടുന്ന സ്പേസോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടും, പ്രസംഗത്തിൻ്റെ വേദികളൊക്കെ തന്നെ നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് അവരൊക്കെ അതിന് തുനിയാതിരുന്നത്. എന്താണെങ്കിലും ഈ കേസ് വിധിച്ചിട്ടുള്ള രാജാ വിജയരാഘവനും അതുപോലെ തന്നെ ജസ്റ്റിസ് KV ജയകുമാറിനും എൻ്റെ വലിയ അനുമോദനങ്ങൾ. കേസ് വാദിച്ചിട്ടുള്ളവർക്കും അതുപോലെ ഏറെക്കുറെ ആദ്യമൊക്കെ കുറച്ച് ഉഴപ്പെങ്കിൽ പോലും ഏറെക്കുറെ ഇതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ഗവൺമെൻറ്റുകൾക്കും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ വലിയ നന്ദി. കാരണം ഇത്തരത്തിലുള്ള ആദിവാസി അട്ടപ്പാടിയിലെ അടക്കം ജീവിതത്തിൽ ആരും ചോദിക്കാനില്ലാത്ത, ആരും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനില്ലാത്ത ആളുകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളാണ് മധു എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പിടി ഈ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഈ മോബ് തല്ലിക്കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു ആളാണ് മധു എന്ന് പറയുന്നത്. നീതി കിട്ടിയതിന് ഒരുപാട് നന്ദി. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ ഹൈക്കോടതിക്ക് ഒരുപാട് നന്ദി. കാരണം ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കൂടി ചോദിക്കാനും പറയാനും ഇവിടെ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയും നിയമവുമുണ്ട് എന്നുള്ളത് അപൂർവമായിട്ടുള്ള അവസരങ്ങളിലാണെങ്കിലും നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി. മരിച്ചുപോയ മധുവിന് ഇതുകൊണ്ട് നീതി കിട്ടിയോ ഇല്ലെന്നൊക്കെ ഉള്ളത് അടുത്തൊരു ചോദ്യമാണ്. കാരണം നീതി കിട്ടണമെങ്കിൽ, യഥാർത്ഥ നീതി കിട്ടണമെങ്കിൽ ഈ സമൂഹത്തോടുള്ള നമ്മുടെ നിലപാടുകളും നമ്മുടെ രീതികളുമൊക്കെ തന്നെ മാറേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. എന്താണെങ്കിലും ഇത്തരത്തിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് അടക്കമുള്ള ആക്റ്റൊക്കെ തന്നെ ഇതിനകത്ത് വരുമെന്നും അതുകൊണ്ട് തന്നെ സാധാരണ ഒരാളുടെ കൊലപാതകം പോലെ ഇതിനെ കാണാൻ കഴിയില്ലെന്നും ഇത്തരത്തിലുള്ള ഒരാളെ കൊന്നത് അതിഗുരുതരമായിട്ടുള്ള കുറ്റമായി കണക്കുവെക്കപ്പെടണമെന്നും ഒക്കെ തന്നെ ഹൈക്കോടതി കണ്ടെത്തിക്കൊണ്ടാണ് ഇത്ര കണിശമായിട്ടുള്ള, ഇത്ര തീവ്രമായിട്ടുള്ള ശിക്ഷാവിധികൾ ഏർപ്പെടുത്തിയത് എന്നുള്ളത് വളരെ സന്തോഷമുളവാക്കുന്നൊരു കാര്യമാണ്. അത് ഈ പറയുന്ന ആളുകൾ ജയിലിൽ കിടക്കുന്നതുകൊണ്ടല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ 1% മനസ്സ് മാറാൻ. പലപ്പോഴും ബ്രാഹ്മിൻസ് കറിപ്പൊടിയും അതുപോലെ തന്നെ നമ്പൂതിരീസിൻ്റെ പൽപ്പൊടിയും ഒക്കെ മേടിച്ച് തേക്കുന്നത് പോലെ നമുക്കത്ര സന്തോഷകരമല്ല ഈ പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബിനെയൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് വലിയ തോതിലുള്ള വേദനയൊന്നും ഉണ്ടാകാറില്ല. അത് വാളയാറിൻ്റെ കേസിലാണെങ്കിലും പെൺകുട്ടികളുടെ മരണത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ചോദിക്കാൻ കൂടിയുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ നിയമങ്ങളും എന്ന് ഇടയ്ക്കെങ്കിലും ഓർമ്മപ്പെടുത്തിയ ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട്.